അതായത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഇപ്പൊ തോന്നാനുള്ള കാരണം എന്താണ്? കാരണം ഞാൻ അതല്ല, നിങ്ങള് ഡിഗ്രി പാസ്സായ ആളല്ലേ? അതെ അതെ. ആ സമയത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതാണോ? അല്ലല്ല, മലയാളം മീഡിയം. പിന്നെ നിങ്ങളുടെ വീട്ടില് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിട്ടും നിങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ അവരുടെ കൂടെ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ അന്നൊരു മലയാളം ഡിഗ്രി എടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിന് ഇംഗ്ലീഷിനെ ഉപേക്ഷിച്ച് കളഞ്ഞെന്താ? വീട്ടില് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കിട്ടാൻ വേണ്ടി കൊതിച്ച് നടക്കുകയാണ് ഇവിടെ ഞങ്ങളെല്ലാവരും. നിങ്ങളുടെ വീട്ടില് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ അവരുടെ കൂടെ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്നാണ് എനിക്ക് അതിശയം തോന്നുന്നത്. കാരണം എനിക്ക് മലയാളം ഈ കവിതകൾ അങ്ങനെയൊക്കെ ഉള്ളതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു സമയങ്ങളില്. അപ്പൊ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അതൊരു ഭ്രാന്തായിരുന്നു, കവിതകളും ഇതൊക്കെ. അങ്ങനെ ഈ ഇംഗ്ലീഷിനെ മാക്സിമം അവോയ്ഡ് ചെയ്തു. കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ സമയത്ത് ഇത് വരുത്തന്റെ ഭാഷയാണ്, ഒന്നും വേണ്ട എന്നുള്ളത് നമ്മള് അങ്ങനെയൊക്കെയുള്ള ഒരു ഫിലോസഫിയിലൊക്കെ അങ്ങനെ ആയിപ്പോയത്. വരുത്തന്റെ ഭാഷയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇത് തന്നെ നോർത്ത് ഇന്ത്യയിലെ എന്നെ പലരും വിളിക്കുമ്പോൾ അവര് പറയും ഇംഗ്ലീഷുകാര് ബ്രിട്ടീഷുകാര് നമ്മുടെ ശത്രുവാണെന്ന് പറയും. അവര് നമ്മളെ അടിമയായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കരുതെന്ന് അവർ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഈ ലോകത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ സമയത്ത് അവർക്ക് ഇംഗ്ലീഷ് വേണ്ടി വരും. അങ്ങനെ ഇതിലല്ല, ആ ഒരു ഏജിലുള്ള ഒരു തിങ്കിങ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് അതെനിക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ ഗോൾഡൻ ചാൻസ് ആയിരുന്നു എന്ന് തോന്നി. കാരണം എനിക്ക് അതൊക്കെ ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്തൊക്കെ എന്റെ ലൈഫ് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു അവസ്ഥകളൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറെയൊക്കെ നമ്മളിങ്ങനെ വർക്കിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഇത്രയൊക്കെ പിന്നെ നമ്മൾ ലേൺ ചെയ്തത്. ഓക്കെ. ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരുടെ ഭാഷയാണെന്ന് കരുതി അതിനെ പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് അന്നത്തെ മണ്ടത്തരം. ഇപ്പോഴും ഈ മണ്ടത്തരം ഇപ്പോഴും ഇവിടെ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മളൊരു നല്ല കാര്യം തിരിച്ചറിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യല്ലേ സാറേ വേണ്ടത്? ഇല്ല, ഇവർക്ക് ഇപ്പോഴും ഇംഗ്ലീഷിനോടും ബ്രിട്ടീഷുകാരോടും വെറുപ്പുള്ള കുറെ ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രത്യേകിച്ച് പഠിക്കരുത്, ഇന്ത്യൻ ഇംഗ്ലീഷേ പഠിക്കാൻ പാടുള്ളൂ എന്ന് വരെ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ നേരെ മറിച്ചാണ്. എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ ഈ ബ്രിട്ടീഷുകാർ നമ്മളെ കീഴടക്കി നമ്മളെ അടിമയായിട്ട് നമ്മളെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ ഇംഗ്ലീഷിനെ തോപ്പിക്കണം, അതിനെ കീഴടക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാൻ പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈവശം ആക്കി കഴിഞ്ഞാല് ലോകം മുഴുവനുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് ഇംഗ്ലീഷിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഞാനത് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് അറിയാം സാറേ. ഞാൻ ചെല്ലുന്ന സമയത്ത് കാലഘട്ടത്തില് ഈ അറബി പിള്ളേർക്ക് അറബി അല്ലാതെ ഒരു ഭാഷ അറിയത്തില്ല. ആ സമയത്ത് അവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു വർഷത്തേക്ക് ഓസ്ട്രേലിയ ഈ പെയിൻ ഗസ്റ്റ് ആയിട്ട് വിടും ഗവൺമെന്റിന്റെ ശമ്പളത്തില്. അവരുടെ വെക്കേഷൻ സമയത്ത് ഓസ്ട്രേലിയ അത് വിടുന്നത് ഗ്രാമങ്ങളിലാണ് വിടുന്നത്. ഞാൻ കണ്ടൊരു കാര്യമാണ് പറയുന്നത്, ഗ്രാമങ്ങളിലാണ് വിടുന്നത്. വിട്ടിട്ട് അവര് ഗ്രാമങ്ങളിൽ വിടുന്ന പറഞ്ഞാൽ അവിടാണ്, ആ വീടുകളിലാണ് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിച്ചിട്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇവര് തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ അടിപൊളി ലാംഗ്വേജ് ആണ്. ഒരു 3 months കഴിയുമ്പോഴും നമുക്കറിയാവുന്ന പിള്ളേർ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ സായിപ്പന്മാര് പറയുന്നോട്ട് ഇംഗ്ലീഷ് പറയും. അത് ഉഗ്രൻ ഐഡിയ അല്ല. ഓസ്ട്രേലിയയിൽ പോയി ഗ്രാമങ്ങളിൽ താമസിച്ചാല് നമ്മള് ഇംഗ്ലീഷ് സംസാരിച്ചേ പറ്റൂ, വേറെ ഒന്നും ഉണ്ടാവില്ല അവിടെ. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് ആദ്യം ബാങ്കിൽ ജോലി കിട്ടിയപ്പോൾ മധ്യപ്രദേശില് ഒരു കുഗ്രാമത്തിലായിരുന്നു ജോലി. അവിടെ ഹിന്ദി മാത്രം സംസാരിക്കുള്ളൂ. അവിടെ മലയാളം ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആ ഹിന്ദി മാത്രം സംസാരിക്കുന്ന ആളുകളുടെ കൂടെ ജീവിച്ചത് കൊണ്ട് എനിക്ക് ഹിന്ദി സംസാരിക്കാനുള്ള കഴിവ് കിട്ടി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി നമുക്ക് ഗ്രാമർ പോലും പഠിക്കേണ്ട ആവശ്യമില്ല, വെറുതെ മനുഷ്യരുടെ കൂടെ സംസാരിച്ചാൽ മതി. സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് നല്ലൊരു ട്രിക്കാണ്. നിങ്ങളുടെ അവിടെ നിന്ന് ആൾക്കാർ ഓസ്ട്രേലിയയിൽ 3 മാസത്തേക്ക് ഗ്രാമങ്ങളിൽ താമസിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു വരും. പക്ഷെ നമ്മൾ ഈ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയ ഗ്രാമത്തിൽ പോയി താമസിക്കാനോ അമേരിക്കൻ ഗ്രാമത്തിൽ പോയി താമസിക്കാനോ സാധ്യമല്ലല്ലോ.
അപ്പൊ നമ്മൾ ഇനി എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും? നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെയും ബന്ധപ്പെടാൻ പറ്റും. ഇനിയിപ്പോ ഓസ്ട്രേലിയ പോയി 3 മാസം ഗ്രാമത്തിൽ താമസിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്രയധികം ആൾക്കാർ വന്ന് കൂടുന്നത്. അപ്പോ താങ്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ഗ്രൂപ്പിൽ വരിക, ഗ്രൂപ്പിലുള്ള ആളുകളുടെ കൂടെ സംസാരിച്ചാൽ മതി. അപ്പൊ ഓസ്ട്രേലിയ ഗ്രാമത്തിൽ പോയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സംസാരിക്കുന്നതിന് തുല്യമായിട്ട് വരും. അത്ര മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോ വിളിച്ച നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ സാറേ? ഉണ്ടല്ലോ. ഞാൻ ഏത് ടൈമിലാ വിളിക്കേണ്ടത്? ഞാനത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇൻസ്ട്രക്ഷൻസ് അയച്ചു തരാം. ഇങ്ങനെ 24 മണിക്കൂർ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും.